ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി ആനച്ചാലിൽ ട്രക്കിംഗ് ജീപ്പ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റതായി പരാതി. CPIM നേതാവിന്റെ ഡ്രൈവർ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. പരിക്കേറ്റ ജീപ്പ് ഡ്രൈവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നീ മൊബൈലിൽ ഡയലോഗ് പറയുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടാ ചേട്ടൻ എന്റെ അടുത്ത് ഈ ചൂടാകുന്നേ? ഞാൻ എന്തേലും ചെയ്തിട്ടാണോ ചേട്ടന് വന്ന് വണ്ടി താക്കോല് പറിക്കണു, വണ്ടി അടിച്ചു പൊട്ടിക്കാൻ നോക്കണു? ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ചേട്ടൻ ഈ ക്ലാസ് ചേട്ടൻ എന്റെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണ്ടേ? അതല്ല അതന്നെ ഏട്ടാ അങ്ങനെ പറയണേ. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. വണ്ടി ഒന്നും ഇവിടെ ഇട്ടിട്ട് നിന്റെ ഗസ്റ്റിനൊന്നും പിടിക്കാൻ പറ്റില്ല, നീ എവിടെ നിന്ന് വന്നേക്കണേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര തെറി പറഞ്ഞു, വഴക്കുണ്ടാക്കി എൻ്റെ അടുത്ത്. അപ്പോഴത്തേക്ക് ആ ഗസ്റ്റ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ പുറകിൽ നിന്ന് വന്നിട്ട് വണ്ടിയുടെ ബോണറ്റേൽ അടിക്കുകയും എൻ്റെ വണ്ടിയുടെ താക്കോൽ ഊരുവും എന്നെ ഭയങ്കരമായിട്ട് അടിച്ച് കഴുത്തേലൊക്കെ മുറിച്ച്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞാൻ മണിയാശാൻ്റെ ഡ്രൈവറാണ്, CPMൻ്റെ ഗുണ്ടയാണെന്നാണ് പറയണത്. എന്നിട്ട് അവർ കത്തി എടുത്ത് എൻ്റെ കഴുത്തിൽ, പേന കത്തി എടുത്തിട്ട് എൻ്റെ കഴുത്തിൽ വെച്ചു. ഇതാ പാടുണ്ട് ഇവിടെ, ജസ്റ്റ് മിസ് കുത്തി. ഞാൻ ഇങ്ങനെ മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ മരിച്ചേനെ. ജോയ്മോനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ ഒരു ആക്രമണത്തിനുള്ള പ്രകോപനം എന്താണ്? സ്വാതി, ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ വിനോദസഞ്ചാരികളുമായി ട്രിപ്പ് പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നലെ രാത്രി ഇടുക്കി ആനച്ചാലിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. വിനോദസഞ്ചാരികളുമായി എത്തിയ ആന്റണി ലോറൻസ് എന്ന ആൾക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റത്. ജില്ലയിൽ തന്നെ ഒരു CPM നേതാവിന്റെ ഡ്രൈവറാണ് മർദ്ദിച്ചതെന്നാണ് പരാതിക്കാരൻ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. വെള്ളത്തുവൽ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ബാക്കി തുടർ നടപടികളൊക്കെ ഇനി പോലീസ് കേസെടുത്തതിനു ശേഷം മറ്റുമായിരിക്കും ഉണ്ടായിരിക്കുക. സ്വാതി. ശരി ജോയ്.